കുറേ ട്രീറ്റ്മെൻറ്റ്സിനെയൊക്കെ പറ്റി പറഞ്ഞു. ഇനി അടുത്ത ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്യാം സർ? അപ്പം ഈ യോഗ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണോ ഈ ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ഒരു മസിൽ പെയിൻ എല്ലാം കുറയ്ക്കാനായിട്ടുള്ളത്? ഓക്കെ, മാഡത്തിന് ഇൻഫ്ലമേറ്ററി ഇതിൽ വകയായിട്ട് ലൈഫ് സ്റ്റൈൽസ് അപ്പം സർ പറഞ്ഞ പോലെ ഇൻഫ്ലമേറ്ററി അല്ലെ ഓട്ടോമ്യൂൺ അസുഖങ്ങളിൽ നമുക്ക് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് കൂടുതൽ ജോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നില്ല, ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി പെയിൻസ് എപ്പോഴും കൂടും, റെസ്റ്റിലാണ് കൂടുന്നത്. അപ്പം ഈ ഒരു ബാക്ക് ഏക്ക് ബിക്കോസ് ഓഫ് എന്തൊരു ഓട്ടോമ്യൂൺ അല്ലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ആക്റ്റീവായിട്ടിരിക്കണം. അപ്പോൾ എന്ത് കൈൻഡ് ഓഫ് എക്സസൈസസ് ഒക്കെയാണ് പറയുന്നത്? നോർമലി ഒരു ഇൻഫ്ലമേഷൻ താന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ യോഗ ചെയ്യാം, അക്വറ്റിക് എക്സസൈസസ് അല്ലെങ്കിൽ ഈ സ്വിമ്മിങ് ചെയ്യുന്നവർക്ക് അത് നല്ലതാണ്. ബാക്കി റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ് അങ്ങനത്തെ എല്ലാം ചെയ്യാം, സ്ട്രെങ്തനിങ് എക്സസൈസസ് എല്ലാം ചെയ്യാം. പക്ഷേ ആ ഒരു ഇൻഫ്ലമേഷൻ മാറിക്കഴിഞ്ഞിട്ട് ആ നീർക്കെട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഡയറ്റ് ഇപ്പം അതുവാ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ഓട്ടോമ്യൂൺ ഡയറ്റ് ഒരു റിസർച്ചിലും കണ്ടുപിടിച്ചിട്ടില്ല ദാറ്റ് ഇന്ന ആഹാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിൻസ് മാറും, ഒരിടത്തും കണ്ടുപിടിച്ചിട്ടില്ല. വാട്ട് ഹാസ് ബീൻ പ്രൂവൺ ഇസ് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക. ആൻഡ് അതിൻ്റെ യൂസ് ചെയ്യുന്ന ടേം മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് മെഡിറ്ററേനിയൻ ഡയറ്റിൽ കൂടുതലും വെജിറ്റബിൾസ് ആണ്, ലിറ്റിൽ പോർഷൻ ഓഫ് മീറ്റ് ഓർ ബേസിക്കലി ഫിഷ് ഓർ ഇത് വെരി ലെസ് ഓഫ് ഓയിൽ ആൻഡ് ഷുഗർ ആൻഡ് അൺപ്രോസസ്ഡ് ഫുഡ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇന്ന സാധനം ഇവിടെ ഇന്ത്യയിലും കിട്ടത്തില്ല കേരളത്തിലും കിട്ടാത്ത ഒരു സാധനം കഴിച്ചാൽ ഇത് മാറും, അങ്ങനെ ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒരിക്കലും പറയാറില്ല. പിന്നെ ഫോർ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എപ്പോഴും ബോൺസ് വീക്കാവും ബിക്കോസ് ഓഫ് ദ ഡിസീസ് പ്രോസസ് ആൻഡ് ബിക്കോസ് ഓഫ് വേരിയസ് അതർ തിങ്സ്. അതുകൊണ്ട് നല്ല കാൽഷ്യം കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസും വിറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനും എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പം കാൽഷ്യം നമ്മൾ ഗ്ലാസ് ഓഫ് മിൽക്ക് ഒരു ഡേ കുടിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അത് എസ്പെഷ്യലി സ്കിംഡ് മിൽക്ക് ആയിരിക്കണം എന്നേ ഉള്ളൂ. അത് ഇൻടോളറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും ഈക്വലൻറ്റ് മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. തേയ്മാനത്തിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ ഗുഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് മാഡം പറഞ്ഞതുപോലെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, നമ്മുടെ മസിൽസിനെ എപ്പോഴും ഒരു നല്ല ടോണിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പം ശരീരത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു ഓവർലോഡോ അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ വരുമ്പോൾ അത് ജോയിൻസിലേക്ക് പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മസിൽസാണ്. അപ്പം നല്ലൊരു മസിൽ മാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻസിന് അത്രയും സ്ട്രെയിൻ പോകാതെ നമുക്ക് തേയ്മാനം ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ണം ആവശ്യത്തിന് അധികം ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജോയിൻറ്റിനെ ബാധിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. സോ ഒബീസിറ്റി ഒഴിവാക്കുക, BMI ലെസ് ദാൻ 30 വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ആഹാര രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് കാർബോഹൈഡ്രേറ്റ്സ്, ബിക്കോസ് അത് ഇൻഡയറക്റ്റ്ലി നമുക്കറിയാം അത് വണ്ണം കൂട്ടുന്ന ഒരു കാര്യമാണ്. അത് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്, നമ്മുടെ മസിൽ മാസിനെ കൂട്ടാൻ പറ്റുന്നത് പ്രോട്ടീൻ ഡയറ്റാണ്. അപ്പം നല്ലൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റും ലെസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലെസ് ഓഫ് ഫാറ്റ്, ദാറ്റ് ഈസ് ഓൾസോ ആസ് പാർട്ട് ഓഫ് ദ ഡയറ്റ് തിങ്. പിന്നെ കാൽഷ്യം റിച്ച് ഡയറ്റ്, അതിന് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സാണ് ഏറ്റവും ബെസ്റ്റ്. അത് കൂടാതെ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് ലൈക്ക് മീറ്റും പിന്നെ എഗ്ഗും ഇതിലൊക്കെ നല്ല കാൽഷ്യം ലെവൽസ് ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഡി സിന്തസിസ്, അത് നമ്മുടെ കാൽഷ്യത്തിനെ പിടിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. സൺഷൈൻ എക്സ്പോഷറിൽ നിന്നാണ് 80% ഓഫ് കാൽഷ്യം ഓഫ് വൈറ്റമിൻ ഡി സിന്തസിസ് ഉണ്ടാകുന്നത്. അപ്പം ആഡിക്വേറ്റ്, ഇപ്പം അൾട്രാവയലറ്റ് റേഡിയേഷനൊക്കെ ഉള്ളതായിട്ടുള്ള ആ സമയത്ത് നമ്മൾ എക്സ്പോസ് ആകരുത്. സാധാരണ രീതിയിൽ അവർ പറയുന്നത് ഒരു 8 o'clock to 3 o'clock ടൈമിൽ ഒരു 20 to 30 minutes നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് കിട്ടുന്നത് നല്ലതാണ്. പിന്നെ എക്സസൈസസ്, ഓൾവേസ് സ്ട്രെച്ചിങ് ദ മസിൽസ് ആൻഡ് വിൽ കോസ് റീജനറേഷൻ എന്നാണ് പറയുന്നത്. സോ മസിൽസ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന് റീജനറേഷൻ ഉണ്ടാവും. അതൊരു സ്റ്റിമുലസ് ആണ് മസിലിന്, കുറച്ചുകൂടെ അതിന് കുറച്ച് സ്ട്രോങ് ആക്കുവാനും പുതിയ മസിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുവാനും. അതുകൊണ്ട് എക്സസൈസ് ആൻഡ് സ്ട്രെച്ചിങ് ഓഫ് ദ മസിൽസ് ഈസ് ഓൾസോ ഷുഡ് ബിക്കം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ്സ്. പിന്നെ അവോയ്ഡിങ് ഡയറ്റ്സ് ദാറ്റ് വിൽ ക്യാച്ച് കാൽഷ്യം, അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരുപാട് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള കാൽഷ്യത്തിനെ അതങ്ങ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അതായത് പിടിച്ചെടുക്കും. അതുപോലെ കാഫീൻ, കോഫി
ഒരു ആഹാരം കഴിച്ചിട്ട് ഉടനെ ഒരു കാപ്പിയോ ചായയോ ടാനിൻസും ഇതെല്ലാം ഇതിലുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യും? ഈ കാൽസ്യത്തിനെ അങ്ങ് പിടിച്ചെടുക്കും, ശരീരത്തെ അബ്സോർബ് ചെയ്യാതെ അത് പുറത്താക്കും. അപ്പം ഇതുപോലത്തെ ചില ശീലങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നെ വേറെ ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. തീർച്ചയായിട്ടും സ്മോക്കിംഗ് നമ്മുടെ എല്ലാ രീതിയിലും നമ്മളെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിക്കോട്ടിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. സോ സ്മോക്കിംഗ് തീർച്ചയായിട്ടും, ഞാൻ ഒരു തമാശ പറയുന്നത്, സ്മോക്കിംഗ് ചെയ്യുമ്പം ഈ പുകയുടെ വെളുത്ത നിറം ഇങ്ങനെ പറന്നു പോകുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട എൻ്റെ എല്ലെല്ലാം കത്തിപ്പോകുന്നുണ്ടെന്നൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പം നമുക്കൊരു പേടി തോന്നും. പിന്നെ ആൽക്കഹോൾ, ഡെഫിനറ്റ്ലി ആൽക്കഹോൾ നമ്മുടെ എല്ലാ രീതിയിലും അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അസ്ഥികളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ കുട്ടികളെ നന്നായിട്ട് ചെറുപ്രായത്തിൽ കളിക്കുവാൻ അവരെ അനുവദിക്കണം. എപ്പോഴും ഈ ഡിജിറ്റൽ കുട്ടിയായിട്ട് വളർന്നു വരാൻ അനുവദിക്കരുത്. അവർക്ക് സ്ക്രീൻ ടൈം കുറച്ചും കൂടുതൽ സമയം കളിക്കുവാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും അതുപോലെ പ്രോത്സാഹിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അത് അസ്ഥികളുടെ ബലം കൂട്ടാൻ വളരെ അത്യാവശ്യമാണ്. 30 വയസ്സ് വരെ നമുക്ക് അസ്ഥികളുടെ ബലം കൂട്ടാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താലും അസ്ഥികളുടെ ബലം കൂടാൻ പോകത്തില്ല, ഒരു മാർജിനൽ ഇൻക്രീസേ വരികയുള്ളൂ. സോ 30 ഇയേഴ്സ് വരെ നമുക്ക് അധ്വാനിച്ച് നമ്മുടെ അസ്ഥികളുടെ ബലം കൂട്ടി നന്നായി ഒരു നല്ല അസ്ഥി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉള്ള റിട്ടയർമെൻറ്റ് ഏജിൽ നല്ല ബോൺസായിട്ട്, ഹെൽത്തി ബോൺസായിട്ട് നമുക്ക് ജീവിച്ച് കഴിയാം. മാഡം, അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ സൈഡിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈഫ് സ്റ്റൈലിൽ? ലൈഫ് സ്റ്റൈലിൽ ഒന്നെന്ന് പറഞ്ഞ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലെ എക്സ്പോഷർ, നമുക്ക് ചില എക്സ്പോഷേഴ്സാണ് നോൺ ടു കോസ് ഓട്ടോഇമ്യൂൺ ഡിസീസസ് അല്ലെ റിസ്ക് ഫാക്ടേഴ്സാണ്. അതിനകത്ത് ഒരെണ്ണമാണ് സ്മോക്കിംഗ്. ആൻഡ് സ്മോക്കിങ്ങിൻ്റെ എക്സ്പോഷർ ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പോൾ ആമവാദം അല്ലെ സന്ധിവാദം എന്ന് പറയുന്ന അസുഖം സ്മോക്കിംഗ് ആയിട്ട് ഭയങ്കര കോറിലേഷൻ ഉള്ള ഒരു അസുഖമാണ്. അപ്പോൾ സ്മോക്കിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഉള്ളത് ചില സിലിക്ക ഡസ്റ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ ചില കൈൻഡ് ഓഫ് പൊല്യൂട്ടൻസ്, അതൊക്കെ ചില ഓട്ടോഇമ്യൂൺ ഡിസീസസിനെ ട്രിഗർ ചെയ്യും. തേർഡ് എന്ന് പറയുന്നത് സൺലൈറ്റ് എക്സ്പോഷർ. സൺലൈറ്റ് എക്സ്പോഷറിൽ വരുന്നത് യു വി ലൈറ്റ് DNA ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ DNA നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സെല്ലിൽ DNA ഉണ്ട്. ആ DNA ഡാമേജ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ ബോഡി അതിൻ്റെ എതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ദ ടൈം നമ്മളുടെ ബോഡി നമ്മളുടെ എതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുമല്ല എൻറ്റയർ പ്രോസസ്സസ് ബിക്കോസ് ഓഫ് ദാറ്റ്, പക്ഷേ ഇത് വൺ ഓഫ് ദ ട്രിഗേഴ്സ് ആണ്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ഒരു പേഴ്സൺ ഹൂ മേ ഹാവ് എ ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ പ്ലസ് ഈ ഒരു എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് ഐദർ സ്മോക്കിംഗ് ഓർ ഹാംഫുൾ UV ലൈറ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ സിലിക്ക എക്സ്പോഷർ. തേർഡ് പ്രോസസ്സ് സംടൈംസ് വൈറൽ ഇൻഫെക്ഷൻസ്. ഒരു വൈറൽ ഇൻഫെക്ഷൻസ് ഇങ്ങനത്തെ ഒരു വ്യക്തിയിൽ ഒരു സെക്കൻഡ് ഹിറ്റായിട്ട് വന്നിട്ട് അവർക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാക്കി കൊടുക്കും. പല പ്രാവശ്യം പേഷ്യൻസ് പറയും ആദ്യം ഒരു പനി വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോയിൻറ്റ് പെയിൻ ഒരു സൈക്കിൾ വന്നു, അത് മാറുന്നില്ല. സോ ദിസ് ഇസ് ബേസിക്കലി ഹാപ്പൻസ്. ഒരു പേഴ്സൺ ഓൾറെഡി അങ്ങനത്തെ അവർക്കൊരു പ്രീഡിസ്പോസിഷൻ ഉണ്ടായിരുന്നു. ഈ ഇൻഫെക്ഷൻ അവരെ അവരെ ആ ഒരു സൈക്കിളിലേക്ക് പുഷ് ചെയ്തു. അതാണ്. അപ്പം എൻവയറമെൻറ്റ് പൊല്യൂഷൻസ് ഇതൊക്കെയുണ്ട്. വിറ്റമിൻ D കുറഞ്ഞിരുന്നാലും ചില ഓട്ടോഇമ്യൂൺ ഡിസീസസ് കൂടും, ലൈക്ക് SLE തന്നെ. അതുകൊണ്ടാണ് വിറ്റമിൻ D സപ്ലിമെൻറ്റേഷനൊക്കെ കൊടുക്കുന്നത്. ബട്ട് ദ സെയിം ടൈം ഇതേ SLE അസുഖം UV ലൈറ്റ് എക്സ്പോഷറിൽ അഗ്രവേറ്റ് ആകും. അപ്പം അവിടെ വരുമ്പോൾ നമ്മൾ കൂടുതൽ സപ്ലിമെൻറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ആൻഡ് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷനാണ് അഡ്വൈസ് ചെയ്യുന്നത്. മാഡം, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഫിസിയോതെറാപ്പി എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് മാഡം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലി തിങ് ഈസ് നമ്മൾ ആ ഒരു അക്യൂട്ട് ഫേസ് എന്ന് പറയത്തില്ല, ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻ ഉള്ള സമയത്ത്, ആ സമയത്ത് ജനറലി നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കത്തില്ല. ആ ഒരു ഇൻഫ്ലമേഷനെ കുറച്ചതിന് ശേഷമേ ഫിസിയോതെറാപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ ഒരു എക്സെപ്ഷൻ മേ ബി മയോസൈറ്റിസ് അല്ലെ മസിലിൽ നീർക്കെട്ടും അങ്ങനത്തെ അസുഖം വരുമ്പോൾ നമ്മൾ day 1 ഓഫ് ദി ഡയഗ്നോസിസ് ഇറ്റ് സെൽഫ് നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. അല്ലെ മോസ്റ്റ് ഓഫ് ദി അതർ ജോയിൻറ്റ് ആർത്രൈറ്റിസിൽ നമ്മൾ ആ ഒരു ഇൻഫ്ലമേഷൻ പോയി കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിൻ്റെ റീസൺ ആ ഇൻഫ്ലെയിംഡ് ജോയിൻ്റ് ഉള്ള സമയത്ത്, ആ ഇൻഫ്ലമേഷൻ ഉള്ള സമയത്ത് നമ്മൾ ചിലപ്പം ചെയ്താൽ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ അല്ലെ ജോയിൻറ്റ് അതിന് തെറ്റിമാറാൻ, സബ്ലക്സേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. ഡാമേജിന് റിസ്ക് കൂടുതലാണ്
സർ സർജറി കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യേണ്ടത്? അത് ഓരോ സർജറിയുടെ ഇത് വെച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പൊതുവേ എക്സസൈസ് ഫിസിയോതെറാപ്പി ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫിസിയോതെറാപ്പി വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഒടിഞ്ഞു കിടക്കുന്ന അസ്ഥികൾക്ക് ഓക്കെ, അത് വേറെ ഒരു റെസ്റ്റ് കൊടുക്കുന്നു. മാഡം പറഞ്ഞ പോലെ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിന് അവർ കൊടുക്കാത്തതുപോലെ നമ്മളും ഒരു അക്യൂട്ട് പെയിൻഫുൾ സ്റ്റേജ് ആണെങ്കിൽ റെസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റെസ്റ്റ് കഴിഞ്ഞ് ഒരു അസ്ഥികളിലെ നമ്മൾ സ്ക്രൂവോ നട്ടോ ബോൾട്ടോ ഇട്ടെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ചെയ്യേണ്ടത് ഈ റീഹാബിലിറ്റേഷനാണ്. ഈ മസിൽസ് അല്ലെങ്കിൽ മസിൽസ് പെട്ടെന്ന് തന്നെ ശോഷിക്കാൻ തുടങ്ങും. അപ്പം മസിൽസ് ശോഷിച്ച് കഴിഞ്ഞാൽ ഫങ്ഷണലി, ഇപ്പം സ്ട്രക്ചറലി നമ്മളെല്ലാം ബിൽഡ് ചെയ്തു, പക്ഷേ ഫങ്ഷണലി നമുക്ക് ആവശ്യമുള്ളത് മസിൽസാണ്. അപ്പോൾ ഈ മസിൽസിനെയും കൂടെ അതിൻ്റെ ഒത്ത് തന്നെ നെക്സ്റ്റ് ഡേ ആഫ്റ്റർ സർജറി അല്ലെങ്കിൽ ഒരു നീ റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് ആ മസിൽസിനെ ഒന്ന് ചലിപ്പിച്ച് അതിനെ ഒന്ന് തട്ടി ഉണർത്തുന്നത് പോലെ ആ മസിൽസിനെ ഒന്ന് ചലിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസിൽ അങ്ങ് ശോഷിച്ചു പോകും. അപ്പം ഡേ 1 ആഫ്റ്റർ സർജറി നമ്മളിപ്പം ഫിസിയോതെറാപ്പി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, മസിൽ റീഹാബിലിറ്റേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അത് തുടർന്ന് ഓരോ സർജറിക്കും എങ്ങനെ ആവശ്യമുണ്ട്. ഞാൻ പൊതുവേ പറയുന്നത് നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന്. പക്ഷേ ചില എക്സസൈസ് ആസ് എ തെറാപ്യൂട്ടിക്, അതായത് നമുക്ക് തെറപ്പിയായിട്ട് നമുക്ക് ഇനീഷ്യൽ 2 monthsോ 3 monthsോ നമ്മൾ കൊടുക്കുന്നത്, പിന്നെ ഫോളോ അപ്പ് അവർ തന്നെ ഒരു മൈൽഡർ ഫോമിൽ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മാഡം, പിന്നെ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ കാലിൽ സ്വെല്ലിംഗ് വരുന്നത് അത് എന്തിൻ്റെ സിംറ്റം? അതൊരു ഡിപ്പെൻഡൻറ്റ് എഡിമ, മീൻസ് കാലിലുള്ള നീര് വരുന്നത് അതൊരു കോമൺ കാര്യമാണ്. അത് ആക്ച്വലി ഒരു പ്രോബ്ലം അല്ല. പലവരും അതിനെപ്പറ്റി വറീഡായിട്ട് വരാറുണ്ട്, എസ്പെഷ്യലി വിമൻ. അത് ബേസിക്കലി ഒരു എസെൻഷ്യൽ എഡീമ അല്ലെ ബിനൈൻ എസെൻഷ്യൽ എഡീമ എന്ന് പറയും. മീൻസ് അതിനകത്തൊരു വലിയ കാരണമില്ല, അതൊരു ഫ്ലൂയിഡ് റിട്ടൻഷനാണ്. നമ്മൾ അങ്ങനത്തെ പേർക്ക് നോർമലി അഡ്വൈസ് ചെയ്യുന്നത് ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ ഈ റിട്ടൻഷൻ, ഫ്ലൂയിഡ് റിട്ടൻഷൻ കുറയും. അപ്പോൾ അതിനെപ്പറ്റി അതൊരു പ്രോബ്ലമാറ്റിക് അല്ല. വെതർ കണ്ടീഷൻസ് ഈ ജോയിൻറ്റ് പെയിൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ട്. കോൾഡ് വെതർ, എസ്പെഷ്യലി കോൾഡ് വെതർ. ഓക്കെ, നോർമലി ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ ആണ് ഞാൻ കാണുന്നത്. അവർക്ക് AC-യിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കോൾഡ് വെതർ സീസണിലൊക്കെ ജോയിൻറ്റ്സ് എല്ലാം സ്റ്റിഫ് ആവുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സത്യമാണ്. ബിക്കോസ് മസിൽസ് തീർച്ചയായിട്ടും കുറച്ച് സ്റ്റിഫ് ആവും. അപ്പം നമ്മളിപ്പം ഫ്രിഡ്ജിനകത്ത് ഇപ്പം ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കല്ലിച്ച് പോയില്ലേ. അപ്പം അതുപോലെ തന്നെ ഒരു കോൾഡ് സീസണിൽ, അതുപോലെ കോൾഡ് ക്ലൈമറ്റിൽ നമ്മൾ കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു തട്ട് കിട്ടിയാൽ പോലും ഭയങ്കര സെൻസിറ്റീവാണ് നമ്മുടെ സ്കിന്നോ ഇതോ. സോ കോൾഡ് എക്സ്പോഷർ ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ മസിൽസ്. അതിൻ്റെ സ്റ്റിഫ്നെസ്സും അതിൻ്റെ മസിൽസൊക്കെ കുറച്ച് സ്റ്റിഫൻ ആവാൻ സഹായിക്കുന്നതെന്ന് പറയില്ല, സ്റ്റിഫൻ ആക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ജോയിൻറ്റിനെയും, ഒരു ഇൻഫ്ലെയിംഡ് ജോയിൻ്റ് ആണെങ്കിൽ ആദ്യമേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജോയിൻറ്റാണ്, അത് പിന്നെയും കയറി അത് സ്റ്റിഫ് ആകുമ്പം ഡെഫിനറ്റ്ലി അത് ഡബിൾ എഫക്റ്റ് ഉണ്ടാകും. അതാണ് എൻ്റെ അനുഭവം. ഞാൻ OPDയിൽ വെച്ച് പലരും ഈ കോൾഡ് സീസണിലാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് അഗ്രവേറ്റ് ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതെ, സാർ പറഞ്ഞത് ശരിയാണ്. സിംറ്റമാറ്റിക്കലി പേഷ്യൻറ്റിന് ഒരു കോൾഡ് ക്ലൈമറ്റിൽ വേഴ്സൺ ആവും. ഇത് കൂടാതെ ചില റുമറ്റോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്നൊക്കെ പറയുന്ന സെറ്റ് ഓഫ് അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ SLE എന്ന് പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിതമെറ്റോസിസ്. അതിലൊക്കെ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് അടിക്കുമ്പോഴത്തേക്കിന് ഡിസ്റ്റൽ നമ്മൾ ഈ ചെറിയ കെപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, ഒരു രക്തച്ചോട്ടമുള്ള, അതൊക്കെ കൺസ്ട്രിക്റ്റ് ആവും. അത് കൺസ്ട്രിക്റ്റ് ആകുമ്പോൾ തന്നെ അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ അങ്ങ് കുറയും. അങ്ങനത്തെ പേഷ്യൻസിന് ആ ഒരു കോൾഡ് എക്സ്പോഷർ വരുമ്പോൾ സിവിയർ പെയിൻസ് വരും, വിരലിൻ്റെ അറ്റത്ത്, തുമ്പത്ത്, കാലിലൊക്കെ. ആൻഡ് അവർക്ക് ഈ അൾസേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും അതിൻ്റെ. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് എസ്പെഷ്യലി നമ്മൾ അഡ്വൈസ് ചെയ്യും കോൾഡ് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്ലവ്സ് ഇടാൻ, കോട്ടൺ ഗ്ലവ്സ് ആൻഡ് സോക്സ് ഒക്കെ ഇടാൻ വേണ്ടി. കാര്യം ഇതേ പ്രോസസ്സ് ബോഡീൻ്റെ ഉള്ളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹാർട്ടിന് കോംപ്ലിക്കേഷൻസ്, ലങ്സിന് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. അതിന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രിവെൻറ്റീവ് ലൈക്ക് ഈ പറയുന്ന പോലെ ഗ്ലവ്സ് ആൻഡ് സ്റ്റോക്കിങ്സ്, അതുകൂടാതെ മെഡിക്കേഷൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഫിനോമിനെ നമ്മൾ മെഡിക്കൽ ടേമിൽ റേനോഡ്സ് ഫിനോമിന എന്ന് പറയും. അപ്പോൾ അത് കോമൺലി കാണാറുണ്ട് ലോട്ട് ഓഫ് റുമറ്റോളജിക്കൽ പ്രോബ്ലംസിൽ. അപ്പോൾ അതിന് നമ്മൾ മെഡിക്കേഷൻസും കൊടുക്കാറുണ്ട്. സർ, ഇങ്ങനെ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ റെമഡീസ്? ഓക്കെ, തീർച്ചയായിട്ടും അതിന് ഒരു ഷോർട്ട് ഫോം, അത് ഇംഗ്ലീഷിൽ ന്യൂമോണിക് എന്ന് പറയും, റൈസ് എന്ന് പറയും, RIC.
റൈസ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ റെസ്റ്റ്, നമുക്ക് ഇഞ്ചറി പറ്റിയ ഭാഗം ഒന്ന് റെസ്റ്റ് ചെയ്യുക. സെക്കൻഡ് തിങ് ഈസ് ഐസ് കംപ്രഷൻ. ഐസ് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഇൻഫ്ലമേഷൻ കുറയും. പിന്നെ മസിൽ ബ്ലീഡോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം മാഡം പറഞ്ഞതുപോലെ കോൾഡ് വെതർ പ്രൊഡ്യൂസസ് വേസോ കൺസ്ട്രക്ഷൻ, അതായത് ബ്ലഡ് വെസൽസ് ചുരുക്കും. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്ന ഐസ്. പിന്നെ മൂന്നാമത്തേത് കംപ്രഷൻ, അതായത് ഒരു സ്പേസിലോട്ട് ബ്ലീഡിങ് എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ ആ സ്പേസിനെ നമ്മൾ കംപ്രസ് ചെയ്ത് വെക്കാനാണ് ഒരു ബാൻഡേജോ ക്രേപ്പ് ബാൻഡേജ് എന്ന് പറയും. എല്ലാവരുടെ വീട്ടിലും ഒരു പിങ്ക് കളർ ബാൻഡേജ് കാണും, ക്രേപ്പ് ബാൻഡേജ്. അത് ഉപയോഗിച്ച് ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, പക്ഷേ ഒരു ഭാഗത്തിന് കംപ്രസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ എലവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാലോ കയ്യോ ചതവ് പറ്റിയ ഭാഗം ഒന്ന് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ബ്ലീഡിങ് അവിടെ നിന്ന് വെയിൻസിൻ്റെ ആ ഒരു പ്രഷർ ഒന്ന് കുറയുമ്പം അവിടെ നിന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷനും ബ്ലീഡിങ്ങും ഒക്കെ കുറച്ചൊന്ന് കുറയുന്നത് കൊണ്ട് എലവേഷൻ. ഇതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ചതഞ്ഞ ഭാഗത്തിട്ട് തിരുമുകയോ വല്ലതും ചെയ്യരുത്, അത് കൂടുതൽ ബ്ലീഡിങ് വരുത്തും. പക്ഷേ വാട്ട് വി അഡ്വൈസസ് RICE, അത്രയേ ഉള്ളൂ. ചൂടൊന്നും പിടിക്കരുത്, ഐസ് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് തീർച്ചയായിട്ടും കാലിനോ കൈയിനോ എല്ലിനോ വല്ലതും ഡിഫോമിറ്റി കാണുന്നുണ്ട്, ഡിഫോമിറ്റി എന്ന് വെച്ചാൽ ഒരു വളവോ വല്ലതും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ടതാണ്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഹാർംഫുൾ ആയിരിക്കും? ഓക്കെ, ആദ്യം ഒരു കാര്യവും ഡയഗ്നോസ് ചെയ്യാതെ നമ്മൾ ഒരു സ്വയമേ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചിലപ്പം അത് മിസ്ഫയർ ആകാം, ചിലപ്പോൾ അത് ബാധകമായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്ത് സംഭവിച്ചു, അത് എന്ത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് അഡ്വൈസബിൾ. അല്ലാതെ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ ഊഹിച്ചെടുത്ത് ഇങ്ങനെ ആയിരിക്കും കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ന ആൾക്ക് ഇത് ചെയ്തപ്പോൾ ശരിയായി, പക്ഷെ എല്ലാവർക്കും അതുപോലുള്ള ഒരു പ്രോബ്ലം അല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് എത്രമാത്രം ഒഴിവാക്കുന്നത് ഡെഫിനറ്റ്ലി എത്രമാത്രം നല്ല ഒഴിവാക്കുന്നത് നല്ലത്. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് സയൻറ്റിഫിക് വേൾഡിൽ നമ്മൾ താമസിക്കുമ്പോൾ ലിവ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ടെക്നോളജിയും ഇതെല്ലാം അറിവും ഉള്ളപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമാണ്. ഇതിനകത്ത് ഞാനൊന്ന് പറയാനുള്ളത്, ആൾക്കാർ ഈ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 1-2 ഡോസ് ഒരെണ്ണം സെൽഫ് മെഡിക്കേഷൻ ഓക്കെയാണ്, പക്ഷെ പല പ്രാവശ്യം വേദനയ്ക്ക് അവർ റെഗുലറായിട്ട് എടുക്കും. നമ്മളെ കയ്യിൽ എത്തി വരുമ്പോഴത്തേക്കിന് ലിവർ പ്രോബ്ലമോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ആയിരിക്കും എത്തുന്നത്. പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളതായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചില കിഡ്നിയിലൊക്കെ വരുന്ന ഡാമേജൊക്കെ ഇറിവേഴ്സിബിൾ ആയിരിക്കും, പിന്നെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജോയിൻറ്റ് പെയിൻസോ എന്തെങ്കിലും ഇങ്ങനത്തെ സ്റ്റിഫ്നെസ്സോ ഇങ്ങനത്തെ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ആദ്യം ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. സെക്കൻഡ്, ചില പ്രാവശ്യം പേഷ്യൻസ് ചെയ്യുന്നത് അവർക്ക് ആദ്യം ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും വേദനേൻ്റെ സമയത്ത്, ചിലപ്പോൾ ഒരു സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്കത് റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റിറോയിഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വെരി ചീപ്പ് ഡ്രഗ്സ്. അവർ പിന്നെ എന്ത് ചെയ്യും, പേഷ്യൻറ്റ് വിൽ റീയൂസ് ദാറ്റ് പ്രിസ്ക്രിപ്ഷൻ വിച്ച് ക്യാൻ ലീഡ് ടു സ്റ്റിറോയിഡ് അബ്യൂസ്. അപ്പോൾ എന്ത് പറയുന്നത്, അതേ പ്രിസ്ക്രിപ്ഷൻ പിന്നെ വിച്ച് വാസ് നെവർ ഇൻറ്റൻഡഡ് ടു ബി ഇൻ ദ ബിഗിനിങ്. കുറച്ച് നാൾ കൊടുക്കേണ്ടിയ സാധനം പേഷ്യൻസ് മേ ടേക്ക് ഓൺ ഫോർ ഇയേഴ്സ് ടുഗെദർ, ആൻഡ് ദാറ്റ് ഈസ് ദ ടൈം യു സ്റ്റാർട്ട് സീയിങ് കോംപ്ലിക്കേഷൻസ് ഓർ സൈഡ് എഫക്ട്സ് ഓഫ് സ്റ്റിറോയിഡ് യൂസ്. അപ്പം ദാറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പം നമ്മൾ ഈ ഡ്രഗ്സ് എല്ലാം കൊടുക്കുന്നത് ആഫ്റ്റർ കെയർഫുൾ മോണിറ്ററിങ് ഓഫ് ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, ബ്ലഡ് കൗണ്ട് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വെദർ ഇറ്റ് ഇസ് എ പെയിൻ കില്ലർ ഓർ എ സ്റ്റിറോയിഡ്, ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഗിവിങ് സിംറ്റമാറ്റിക് റിലീഫ്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് അസുഖം ആക്ച്വലി ഒഴിവാക്കി കിട്ടത്തുള്ളൂ. സർ, മാഡം എന്താണ് ലാസ്റ്റായിട്ട് ഒരു അഡ്വൈസ് പറയാനായിട്ട് ടു കീപ് ദ ജോയിൻറ്റ്സ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ? ഇപ്പം നമ്മൾ പറഞ്ഞതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വിത്ത് ഗുഡ് ഡയറ്റ്, ഗുഡ് എക്സസൈസ് and a kind heart will keep your bones strong and body strong. And probably one more thing is keep your mind stress-free. Stress will worsen any kind of autoimmune diseases per se. Second, ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ, patients should get themselves vaccinated, especially ഒരു rheumatological autoimmune diseases ഉണ്ടെങ്കിൽ vaccination is very important. കാര്യം every time patient gets exposed, വീട്ടിലുള്ള കൊച്ചുപിള്ളേർനൊക്കെ എന്തെങ്കിലും ഒരു ഫീവറോ എന്തെങ്കിലും വന്നാൽ അവർക്കത് പെട്ടെന്ന് കിട്ടും.
അത് കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് എളുപ്പം ഇത് പോത്തുമില്ല, കോംപ്ലിക്കേഷൻസ് റിസ്ക്കും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എത്രയോ വാക്സിനേഷൻസ് ഉണ്ട്, നിമോണിയയ്ക്കും ഫ്ലൂവിനുമൊക്കെ. ആൻഡ് സേഫ് വാക്സിനേഷൻസ് എത്രയോ വർഷങ്ങളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, അത് എന്തായാലും ചെയ്തിരിക്കണം. സ്ട്രെസ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കൂട്ടും, അത് ഉണ്ടാക്കത്തില്ല, ഒറിജിനേറ്റർ അല്ല, പക്ഷെ അതിനെ വേഴ്സൺ ചെയ്യാം, ഫ്ലെയർസ് ഉണ്ടാക്കാം. അപ്പോൾ അത് ഫിസിക്കൽ സ്ട്രെസ് ആവാം, മെൻ്റൽ സ്ട്രെസ് ആവാം, ഇമോഷണൽ സ്ട്രെസ് ആവാം, ഇൻഫെക്ഷൻ റിലേറ്റഡ് സ്ട്രെസ്സും ആവാം, ബോഡിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അങ്ങനത്തെ സ്ട്രെസ്സും ആവാം.